മെന്റലിസ്റ്റ് ആർട്സ് നയിക്കുന്ന ഇൻസോമനിയ എന്ന ഷോ ദുബായിലും അബുദാബിയിലുമായി അരങ്ങേറും. GCC ടൂറിനാണ് ഇതോടെ തുടക്കം കുറിക്കുന്നത്. അബുദാബി നാഷണൽ തിയേറ്ററിൽ ഫെബ്രുവരി 7-ന് ശനിയാഴ്ച വൈകിട്ട് 7:30-ക്കാണ് ആദ്യ ഷോ. ആർട്ടും സയൻസും മാജിക്കും സൈക്കോളജിക്കൽ ട്രിക്കും ഇഴചേർത്താണ് ഇൻസോംനിയ ഒരുക്കിയിരിക്കുന്നത്. ദുബായിലെ മംസാറിലുള്ള ദി കൾച്ചറൽ ആൻഡ് സയന്റിഫിക് അസോസിയേഷൻ ഹാളിൽ ഫെബ്രുവരി 8-ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30-ക്കും വൈകിട്ട് 5:30-ക്കുമായി 2 ഷോകൾ നടക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് മെന്റലിസ്റ്റ് ആദിയും ഷോയുടെ സംവിധായകൻ ജിസ് ജോയിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. FMF ഇവന്റ് CEO നസ്മൽ KP, ഷോയുടെ സീനിയർ കൺസൾട്ടന്റ് രാജമൂർത്തി, നിക്കായി വൈസ് പ്രസിഡന്റ് കാർത്തിക് മൂർത്തി, നിക്കായി മാർക്കറ്റിംഗ് ഹെഡ് അഭിലാഷ് മാത്യു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെട്ടെന്ന് ചിലപ്പോൾ മടുക്കുമായിരിക്കും ആൾക്കാർക്ക്. കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരണം തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ ഒരു 15 പേരാ മറ്റേ നമുക്ക് അറിയുള്ളൂ. വേൾഡിൽ ഇന്റർനാഷണലി ഇത് ചെയ്യുന്ന പ്രൊഫഷണലി ചെയ്യുന്ന അത്രേ അറിയുള്ളൂ. അപ്പോൾ നമ്മളത് അവിടത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് ഒരു വലിയ ഡയറിങ് തീരുമാനമായിരുന്നു. പക്ഷേ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. ഇത് ജസ്റ്റ് ഒരു മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇതൊരു പ്ലേ, നമ്മളങ്ങനെയാണ് പറയുക, ഇതൊരു പ്ലേ ആണ്. അതിൽ കുറേ സബ്ജക്റ്റുകൾ, അതായത് നമ്മൾ അത് മുമ്പ് പറയും, ഒരു സിദ്ദിഖ് ലാൽ മൂവി എങ്ങനെയാണ് നമ്മുടെ ഒരു ഗ്രൂപ്പ് പോലെയാണ് അവർ. അപ്പോൾ അവരെങ്ങനെയാണ് ഒരു സിനിമേനെ കൺസീവ് ചെയ്യുന്നത്, അതിലേറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഒരു ഫണ്ണിന്, എൻ്റർടൈൻമെൻറ്റിനാണ് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ അതിലൊരു കഥ ഉണ്ടാവണം, അല്ലെ, ആഴത്തിൽ തൊടുന്ന ഒരു ശ്രദ്ധിച്ചെന്നല്ല, ഒരു 10-15 മിനിറ്റെങ്കിലും, ഒരു 10 മിനിറ്റെങ്കിലും അവരുടെ അല്ല ഇൻഹീരിയർ നഗർ എടുത്തോട്ടെ, ഏതിലൊരു അങ്ങനെ ഒരു ഡീപ്പ് ഇമോഷണൽ ടച്ച് ചെയ്യുന്ന ഒരു കൊളുത്തി വലിക്കുന്ന കുറച്ച് മിനിറ്റ് ഉണ്ടാവും. സോ അപ്പം നമ്മളങ്ങനെ എല്ലാ ഇമോഷൻസിലൂടെയും ഒരാൾ കടന്നു പോകണം. പക്ഷേ അധികം പുഷ് ചെയ്യാതെ ചിരിപ്പിക്കാൻ പറ്റണം. നമ്മൾ അതിനുവേണ്ടി കുറേ ഹാർഡായിട്ട് ശ്രമിക്കാതെ തന്നെ ഈ ഓരോ ഇമോഷനും എന്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് അവർക്ക് മനസ്സിലാവരുത്. അപ്പോൾ അതിലൊരു മാജിക്, അതിലൊരു മിസ്റ്ററി ഇല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റിലും കൂടിയിട്ടാണ് ഈ എൻ്റയർ, അല്ലെങ്കിൽ ഒരു 2.25 മണിക്കൂറുള്ള ഇപ്പോൾ ഒരു സിനിമ പോലും 1.5 മണിക്കൂർ കൊണ്ട് തീരുവാണ്.